എല്ലാവർക്കും നമസ്കാരം. ഓണത്തിന് 3 സിനിമകളാണ് നമ്മൾ മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഏറമായിരുന്നു, രണ്ടാമത് നമ്മൾ കിഷ്കിണ്ടാകാണ്ട് കണ്ടു, മൂന്നാമത് അപ്പം കൊണ്ടലും കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. കൊണ്ടൽ നല്ല ഇടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിലേറ്റവും ബെറ്റർ ഏതാണെന്ന് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ആദ്യം ഏറം കണ്ടപ്പോൾ ടോവിനോയുടെ ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ടോവിനോ 3 ക്യാരക്ടറായിട്ട് നല്ല പണി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കള്ളനായിട്ടുള്ള പുള്ളിക്കാരൻ്റെ അടിപൊളി പരിപാടിയായിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സ്, ARMലെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പ്രിൻസ് ഓഫ് പേർഷ്യ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ അകത്തെ ക്യാമറ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ അകത്തെ ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പരിചയമുള്ളതുകൊണ്ട് തന്നെ അതൊരു പുതുമയായിട്ടൊന്നും തോന്നില്ല. പക്ഷേ സിനിമ ഓവറോൾ അതിൻ്റെ അകത്ത് കൊടുത്തുള്ള നടീനടന്മാരുടെ വേഷങ്ങളൊക്കെ ആണെങ്കിലും അവരത് ചെയ്തിട്ടുള്ളതാണെങ്കിലും ഡയറക്ടർ അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നതാണെങ്കിലും BGM ഒക്കെ ആണെങ്കിലും ആ സിനിമയോട് ഒരു നീതി പുലർത്തിയിട്ടുള്ള രീതിയിലാണ് അത് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറം ഒരു തവണ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് ടോവിനോട്. അതുപോലെ ടോവിനോട് ഒടുക്കത്തെ കഷ്ടപ്പാട് നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും വളരെ നീറ്റായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഡീസൻറ്റ് പടമായിട്ടാണ് ഏറം തോന്നിയിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ കണ്ടത് കിഷ്കിണ്ടാകാണ്ടായിരുന്നു. എൻ്റെ മോനെ കിഷ്കിണ്ടാകാണ്ടം ഞാൻ കണ്ടുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെക്കനുണ്ട്. പുള്ളിക്കാരൻ്റെ മൊബൈലിൽ പുള്ളിക്കാരൻ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വെട്ടം കണ്ടിട്ട് എനിക്കാണെങ്കിൽ അസഹനീയമായിട്ട് തോന്നി. ഞാൻ അപ്പം കയ്യിലിരുന്ന മറ്റേ പോപ്കോണിൻ്റെ കൂട് വെച്ച് ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കുക കണ്ടു. കുറച്ച് ഞാൻ പുള്ളി ഓഫ് ആക്കിയിട്ട് പോയി. സിനിമയുടെ ഒരു പകുതി മുക്കാൽ ഭാഗം ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. പക്ഷേ നമുക്കത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. സിനിമയിൽ കാര്യമായിട്ടൊരു സംഭവം നടക്കുമെന്നൊക്കെ. അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ളൊരു സാധനമായിരുന്നു അതിൻ്റെ ലാസ്റ്റ് അരമണിക്കൂർ. അത് ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു അരമണിക്കൂറായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ എൻ്റെ ഒരു മുൻ സുഹൃത്തിനെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അവനുമായിട്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പരിചയം പുതുക്കാതെ ഞാൻ ഈ സിനിമ കണ്ട് ഇറങ്ങി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഈ സിനിമ തരുന്നൊരു എഫക്റ്റ് ഉണ്ട്. അത് കുറച്ച് നേരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയായിരുന്നത്. അതെനിക്ക് വീട്ടിൽ വന്നിട്ടും അതിൽ നിന്ന് വെളിയിലോട്ട് വരാൻ പറ്റില്ല. അതുപോലൊരു എഫക്റ്റിലോട്ട് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഗംഭീര സിനിമ. ആസിഫ് അലിയും അങ്ങേരും വിജയരാഘവനും പിന്നെ അപർണ ബാലമുരളിയും എല്ലാം കൂടെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം മാത്രമല്ല, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സ്ക്രിപ്റ്റ്. മലയാള സിനിമ ഇങ്ങനത്തെ സിനിമകളാണ് ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. വളരെ സൈലൻ്റായിട്ട് വന്നിട്ട് നമ്മളെ ഞെട്ടിക്കുന്ന സിനിമകൾ. ശരിക്കും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സസ്പെൻസ് ഡ്രാമയായിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര രസമാണ് ഇതിൻ്റെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ. ഒരു വല്ലാത്തൊരു ഫീലിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് അത് കൊള്ളാം നല്ല രീതിയിൽ. എനിക്ക് തോന്നുന്നു ഓണത്തിന് ഏറ്റവും ഗംഭീര സിനിമകളിലൊന്ന് തന്നെയാണ് കിഷ്കിണ്ടാകാണ്ടം. ഉറപ്പായിട്ടും നിങ്ങൾ കാണണം, മിസ്സാക്കല്ലെന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് മൂന്നാമത് കണ്ടത് കൊണ്ടലായിരുന്നു. കൊണ്ടൽ നമ്മുടെ ആൻ്റണി പെപ്പയുടെ ഇടിയും പരിപാടിയൊക്കെ സിനിമയിലുണ്ട്. അതിനപ്പുറത്തേക്ക് സിനിമയിൽ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പരിപാടികൾ കൂടെ ഉണ്ട്. നമ്മുടെ കപ്പലുമായിട്ട് പോകുന്നു, അവർ മീനെയൊക്കെ അവർ ഷിപ്പിലോട്ട് കൊണ്ടിരുന്നു. അതിൻ്റെ കൂടെ തന്നെ സ്രാവ് പരിപാടികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വളരെ എൻഗേജിങ് ആയിട്ടുള്ള കുറച്ച് ഡ്രാഫ്റ്റുകളുള്ള ഒരു സിനിമയായിരുന്നു കൊണ്ടലും. വലിയ രീതിയിൽ വെറുപ്പിക്കാതെ തന്നെ വളരെ നീറ്റായിട്ട് ആക്ഷനൊക്കെ ചെയ്തു പോകുന്ന ഒരു സാധാ സിനിമയായിട്ട് തന്നെയാണ് കൊണ്ടൽ തോന്നിയിട്ടുള്ളത്. ആൻ്റണി പെപ്പ നൈസായിരുന്നു. അതിനകത്ത് തോന്നിയിട്ടുള്ള എല്ലാവരും വലിയ കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു റാങ്കിങ് ഒക്കെ നമ്മൾ പറയുവാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കിഷ്കിണ്ടാകാണ്ടം തന്നെ പറയും, മസ്റ്റ് വാച്ചാണ്. സെക്കൻഡ് ഏറം നിങ്ങൾക്ക് കാണാം. മൂന്നാമത് നിങ്ങൾ കൊണ്ടൽ കാണുക. ആൻഡ് കിഷ്കിണ്ടാകാണ്ടം കിഡ്സായിട്ടൊന്നും പോയി കാണാണ്ടിരിക്കുക. ഒരു മച്ചുവർ സിനിമയാണ്, മച്ചുവർ ഓഡിയൻസിന് പറ്റിയ സിനിമയാണ്. കിഡ്സ് കാണണമെന്ന് നിർബന്ധം പറയുന്നില്ല. കിഡ്സ് കാണാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലത്. എനിക്ക് തോന്നുന്നു കുറച്ച് അവസാനമൊക്കെ ആകുമ്പോൾ കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അതായിരിക്കും നല്ലത്. ആൻഡ് സെക്കൻഡ് ഈസ് ഏറം എല്ലാവർക്കും കാണാം, ഒരു കുഴപ്പമില്ല. വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു അഡ്വഞ്ചർ മൂവി എന്നൊക്കെ രീതിയിൽ നമുക്ക് ഏറം കാണാവുന്നതാണ്. ആൻഡ് മൂന്നാമത് കൊണ്ടൽ എല്ലാവർക്കും കാണാം, കുഴപ്പമൊന്നുമില്ല. കുറച്ച് വയലൻസ് ഒക്കെ ഉണ്ടെന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധാ സിനിമ. ഓണത്തിൻ്റെ സിനിമകൾ നമ്മളൊന്നും അത്ര മുഷിപ്പിച്ചിട്ടില്ല. എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട്. വളരെ സന്തോഷം. തിയേറ്റർ ബാക്ക് ഇൻ ഫോമാണ്. ആളുകൾ തിയേറ്ററിലേക്ക് കയറുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഈ 3 സിനിമകളിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താം. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ